ഹേ സിംപിൾ 3 മൂവീസിന്റെ റിവ്യൂസ് ആണ് ഞാൻ പറയാൻ പോണത്. ഞാൻ 3 സിനിമ OTT-യിലാണ് കണ്ടത്. അപ്പോൾ ആദ്യത്തെ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ തന്നെ ആദ്യം പറയാം. സിറ എന്നൊരു തമിഴ് ചിത്രമാണ്. ഈ സിനിമ ഒറ്റ വാക്കി പറയാൻ പറഞ്ഞ ഒരു മസ്റ്റ് വാച്ച് സംഭവം തന്നെയാണ്. ഒരു ഫീൽ ഗുഡ് പരിപാടിയാണ്. ഇതിൽ നമ്മുടെ ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ സുരേഷ് രാജകുമാരിയും പിന്നെ സ്റ്റാർ ചെയ്യുന്നത്, അതായത് മെയിൻ ലീഡ് എത്തുന്നത് നമ്മുടെ വിക്രം പ്രഭു, LK അശ്വകുമാർ പുതിയൊരു പയ്യനാണ്, പിന്നെ നമ്മുടെ അനുഷ്മ അനിൽകുമാർ. അപ്പോൾ ഇവർ 3 പേരാണ് മെയിൻ ലീഡായിട്ട് എത്തുന്നത്. 3 പേരുടെ അഭിനയം നല്ല കിടിലൻ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ അഭിനയം, പുതിയ വന്ന ആ പയ്യനും അടിപൊളി തന്നെയായിരുന്നു. ഇതിൻ്റെ ഒരു സ്റ്റോറി ഒന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ആകാൻ വേണ്ടി നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ ഒരു സെക്കൻഡ് ക്ലാസ് യാത്രയില്ലേ, അതായിട്ട് ചെറുതായിട്ടൊരു സാമ്യം എന്നല്ല, അതിൻ്റെ ഒരു പ്ലോട്ടാണ്. അതായത് ഒരു ജയിൽ പുള്ളീനെ വേറൊരു കോർട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പോലീസുകാരനാണ് നമ്മുടെ ഈ വിക്രം പ്രഭു. പിന്നെ ഈ ഒരു അനിഷ്മ പിന്നെ നമ്മുടെ LK അശ്വകുമാറും തമ്മിലൊരു ലവ് സ്റ്റോറിയാണ്. പിന്നെ അവരുടെ ഒരു ഫ്ലാഷ് ബാക്ക്, അവർ 2 കാസ്റ്റിൽ പെട്ടവരാണ്. അതുമായിട്ട് നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളും കുറച്ചൊരു കൊച്ചു ചിത്രമാണ്. ഒരു 2 മണിക്കൂറുള്ളൂ സിനിമ. അപ്പോൾ എന്തായാലും കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും C5 പോയി കാണാം. അപ്പോൾ സിനിമയെ പറ്റി ഒറ്റ വാക്കിൽ എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം ഒരു നല്ലൊരു ഫീൽ ഗുഡ് പരിപാടി, കിടിലം ക്ലൈമാക്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. ഒരു ബോറടിയില്ല, ഈ 2 മണിക്കൂർ ഉണ്ടെങ്കിലും ഒട്ടും ബോറടിയില്ല. പിന്നെ ഈ പുള്ളിക്കാരൻ്റെ ഒപ്പം നടന്ന, അതായത് വിക്രം പ്രഭുയുടെ ഒപ്പമുള്ള പോലീസുകാരായാലും നല്ല രസമുള്ള അഭിനയം തന്നെയായിരുന്നു അവരുടെ. പിന്നെ ഞാൻ ഇതിൻ്റെ മലയാളം ഡബ്ബാണ് കണ്ടത്. അപ്പം നിങ്ങൾക്ക് ഏത് കുറേ ഡബ്ബിൽ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാണാൻ താല്പര്യമുള്ളവർ കാണാം. എൻ്റെ ഒരു മസ്റ്റ് വാച്ച് ചിത്രം തന്നെയാണ്. അടുത്ത റിവ്യൂലേക്ക് കിടക്കാം. അടുത്ത റിവ്യൂ നമ്മുടെ വലതുവശത്തെ കള്ളനാണ്. നമ്മുടെ ജിത്തു ജോസഫാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. 2 മെയിൻ ലീഡായിട്ട് സിനിമ എത്തുന്നത്, അതായത് നമ്മുടെ ജോജി ജോർജും പിന്നെ ബിജു മേനോനാണ് 2 പേരും മെയിൻ ലീഡ് കഥാപാത്രമായിട്ട് എത്തുന്നത്. സിനിമ റൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡിനു തോമസ് ആണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി സതീഷ്. അത്രയാണ് സിനിമയുടെ ആ ഒരു രീതിയിലൊക്കെ പറയാൻ. സിനിമ ഒരു 2.5 മണിക്കൂറുണ്ട്. അപ്പോൾ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയാണ്. പിന്നെ അത് നടക്കുന്ന ഒരു റിവെഞ്ച്, അവസാനം ഒരു പസിൽ ഗെയിമിലോടാണ് സിനിമ അവസാനിക്കുന്നത്. ആ പസിൽ ഗെയിം ഇല്ലായിരുന്നെങ്കിൽ സിനിമ ഒരു സാധാരണ ഒരു ക്രൈം ത്രില്ലറായിട്ടേ മാറുമുള്ളൂ. എന്തായാലും നിങ്ങൾ എന്തായാലും പോയി കാണാം. വലിയ ബോറടിയൊന്നുമില്ല, ചുമ്മാ കണ്ടിരിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജിത്തു ജോസഫ് ഈയിടയ്ക്കായിട്ട്, അതായത് നമ്മുടെ മിറാഷ് അതുപോലത്തെ ചിത്രങ്ങളൊക്കെ കുറച്ച് ഡള്ളാണ്. ദൃശ്യം 3 ചെറിയൊരു പേടിയാവുന്നുണ്ട്. എന്തായാലും ദൃശ്യം 3 നന്നാക്കട്ടെ. ഈ സിനിമ അങ്ങനെ മോശമെന്നല്ല, മിറാഷിനെ വെച്ച് നോക്കുമ്പോൾ സിനിമ എത്രയോ ബെറ്ററാണ് അഭിനയം കൊണ്ടാണെങ്കിൽ പോലും. പിന്നെ നമ്മളെ പിടിച്ചിരിക്കുന്ന പോലെ ആണെങ്കിൽ പോലും സിനിമ എന്തായാലും ആ കാര്യത്തിലൊക്കെ വിജയിച്ചിട്ടുണ്ട്. പിന്നെ എവിടെ തെറ്റിയെന്ന് വെച്ചാൽ എന്താ, ഈ ഒരു സെയിം ഒരു ടെംപ്ലേറ്റൊക്കെ തന്നെയാണ് എപ്പോഴും ഒരു റിവെഞ്ച് പരിപാടി. ഇനിയിപ്പോൾ ഞാൻ അടുത്ത പറയാൻ പോകുന്ന സിനിമയുടെയും ഇതേപ്പറ്റി ഒരു റിവ്യൂ തന്നെയാണ്. പിന്നെ ആകെ പുതുമ ഉള്ളത് ആ ഒരു പസിൽ മാത്രമാണ്. അതില്ലെങ്കിൽ സിനിമ ഒരു സ്ഥിരം ക്ലീശ പരിപാടിയൊക്കെ തന്നെയാണ്. എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും പോയി കാണാം. എന്തായാലും നമുക്ക് ഇനി അടുത്ത മൂവിയുടെ റിവ്യൂയിലേക്ക് വരാം. അടുത്ത മൂവി നമ്മുടെ ധീരം എന്ന ചിത്രമാണ്. ഇന്ദ്രജിത്ത് നായകൻ എന്ന ചിത്രം. അപ്പോൾ സിനിമയുടെ എന്തായാലും കുറച്ച് കാസ്റ്റ് പരിപാടിനെ പറ്റി ആദ്യം പറയാം. സിനിമ ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ ജിതിൻ സുരേഷ് ആണ്. പിന്നെ ദീപു S. നായർ, സന്ദീപ് എന്നിവരാണ് സിനിമ റൈറ്റ് ചെയ്തിരിക്കുന്നത്. സിനിമ ഏകദേശം ഒരു 2-2.5 മണിക്കൂറുണ്ട്. ബോറടിക്കൊന്നുമില്ല. സിനിമയുടെ പ്രത്യേകത എന്ന് പറയാൻ ഒരു ക്രൈം ത്രില്ലറാണ്. ഒരു സൈക്കോപാത്ത് പരിപാടി, ഒരു സീരിയൽ കില്ലർ, അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക്, അതായത് ഒരു റിവെഞ്ച്, അതായത് സെയിം ഒരു ക്ലീശ പരിപാടി തന്നെയാണ്. അതാണ് എനിക്ക് സിനിമ ഒട്ടും തന്നെ വലിയ കാര്യമായിട്ടൊന്നും ട്വിസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കൊന്നും തോന്നല്ല. കാരണം നമ്മുടെ മലയാളികൾ ഒരുപാട് കണ്ടതാണ് ഈ, അതായത് ജോൺ ലൂതർ, അഞ്ചാം പാതിര, പിന്നെ നമ്മുടെ രാക്ഷസൻ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വലതുവശത്തെ കള്ളൻ, അതുപോലെ ഒട്ടനവധി ക്രൈം ത്രില്ലേഴ്സ് ഉണ്ട്. ഇനി ഇതുപോലത്തെ ഒരു സംഭവം കണ്ടാൽ നമുക്ക് തന്നെ ഒരു കേസ് തെളിയിക്കാൻ വേണമെങ്കിൽ ഒരു പോലീസുകാരനൊന്നും ആവേണ്ട ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതുപോലത്തെ ഒരു നിങ്ങളൊരു സിനിഫയിലാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു കേസ് തെളിയിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സിനിമ വീണ്ടും വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നണില്ല. അതാണ് ഒരു മെയിൻ പ്രശ്നമായിട്ട് തോന്നുന്നത്. ഇതിലെ ട്വിസ്റ്റുകളൊക്കെ സംഭവിക്കണമെങ്കിൽ പോലും അങ്ങനെ ചിലപ്പോൾ അങ്ങനെ വരുള്ളൂ. അല്ലെങ്കിൽ ഇത് ഞാൻ പ്രതീക്ഷിച്ചാണ്. ചില സംഭവങ്ങളൊക്കെ ഓൾറെഡി പ്രെഡിക്റ്റബിൾ ആണ്. ചിലതെന്താ ഇങ്ങനെയൊന്നും തോന്നിപ്പോകും. പിന്നെ സിനിമ A സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങളൊരു ഫാമിലിയുടെ ഒപ്പം എന്തായാലും കാണരുത്. കാരണം അതിന് മാത്രം കുറച്ച് സീനൊക്കെ ഉണ്ട്. അതൊക്കെ സിനിമ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചില സീൻസൊക്കെ ഇതിന് അനാവശ്യമാണ്. അതൊന്നും സിനിമയുടെ ഒരു കഥയ്ക്ക് വേണ്ടി വേണമെന്നില്ല. നമുക്ക് റിമൂവ് ചെയ്താലും ആ ഒരു സംഭവമായിട്ട് കണക്റ്റ് ആവും, അല്ലെങ്കിൽ ആ ഒരു ഭീകരത നമുക്ക് മനസ്സിലാവും. എങ്കിലും ചില സീൻസൊക്കെ കുത്തി നിറച്ചുണ്ട്. അതായത് വയലൻറ്റ് സീൻസൊക്കെ അത്രയും നീട്ടേണ്ട ആവശ്യമില്ലെന്ന് തോന്നി. പിന്നെ ഒരു റാഗിങ് പരിപാടി ഒരു ചെറിയ കൊച്ചിൻ്റെ ഒക്കെ ഉണ്ട്.
അപ്പോൾ എന്തായാലും ഫാമിലിയോടൊപ്പമായിട്ട് ഞാനിത് കാണാൻ റെക്കമെൻഡ് ചെയ്യില്ല, ഒറ്റയ്ക്ക് ഇരുന്ന് കാണാം. ഇതൊരു സിനിമ A സർട്ടിഫിക്കറ്റ് ആണ്, അതിനുള്ള ഒരു വൈറൻസും പരിപാടി സിനിമയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. സിനിമയുടെ ഒരു പോസിറ്റീവായിട്ടും ഇല്ല, ബോറടി ഇല്ല. പിന്നെ ഇന്ദ്രജിത്തിൻ്റെ അഭിനയവും ആസ് യൂഷ്വലി പുള്ളിക്കാരൻ നന്നാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ തന്നെ വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല, അത് മാത്രമാണ് എനിക്ക് സിനിമയെ പറ്റി പറയാനുള്ളൂ. ഒരു ആവറേജ് അനുഭവമാണ്. വലതുവശത്ത് കള്ളൻ ഓർ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്തിരി കൂടെ വലതുവശത്ത് കള്ളനാണ് ഇത്തിരി കൂടെ നല്ലതെന്ന് തോന്നുള്ളൂ. എനിക്ക് തോന്നുന്നു വീഡിയോ ഏകദേശം ഒരു 5 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 5 മിനിറ്റിന് താഴെ ഞാനൊരു 3 സിനിമയുടെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടുതലും OTT വാർത്തകളും സിനിമ വാർത്തകളാണ് ഈ റിവ്യൂവിന് ഉപരി ഞാൻ കൂടുതൽ ചെയ്യാറ്. ഇതിപ്പോൾ എനിക്ക് സമയം കിട്ടിയപ്പോൾ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു അടുത്ത റിവ്യൂ അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം.